അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയരെ, SSF ജില്ലാ സാഹിത്യോത്സവിൻ്റെ ഈ വേദിയിൽ ചില സുപ്രധാന വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. മനുഷ്യൻ്റെ മാനസിക മാലിന്യവും അതിൻ്റെ അനന്തരഫലങ്ങളും നിറയുന്ന ഈ കാലത്ത് മാലിന്യമുക്ത കേരളം ആരാണ് മുൻകൈയെടുക്കേണ്ടത് എന്ന വിഷയം ഏറെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നമ്മൾ കേരളത്തിന് കീർത്തി നൽകുമ്പോഴും നമ്മുടെ നാടിൻ്റെ ചോരൊഴുകുന്ന പച്ചപ്പുകളിലേക്കും ജീവനറ്റ ജലാശയങ്ങളിലേക്കും ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. കുന്നുകൂട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് പർവ്വതങ്ങളും ചീനു നാറുന്ന അഴുക്കുചാലുകളും ഇന്ന് നമ്മുടെ നാടിനെ രോഗശാലയ്ക്ക് മാറ്റുകയാണ്. നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മൾ പുറന്തള്ളുന്ന ഓരോ പ്ലാസ്റ്റിക് കവറും പ്രകൃതിയുടെ നെഞ്ചിലേക്കാണ് നമ്മൾ എറിഞ്ഞു കൊടുക്കുന്നത്. ആ മാലിന്യം ഒടുവിൽ മാരകമായ പകർച്ചവ്യാധികളായും പ്രകൃതി ദുരന്തങ്ങളായും നമ്മുടെ പടിവാതിക്കൽ തന്നെ തിരിച്ചെത്തുന്നുണ്ട്. നമ്മൾ ഉപേക്ഷിക്കുന്ന ചെറിയ കവറുകളും വലിച്ചെറിയുന്ന ഗുളികകളുടെ പാക്കറ്റുകൾ പോലും നമ്മെ വീണ്ടും ആശുപത്രിയിലേക്ക് തന്നെയാണ് എത്തിക്കുന്നത്. പ്ലാസ്റ്റിക് കവറുകൾ മണ്ണിൽ ലയിക്കാൻ നൂറ്റാണ്ടുകൾ വേണമെന്നിരിക്കെ അത് ഭൂമിയെ ശ്വാസം മുട്ടിക്കുമ്പോൾ, മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങാതെ തടസ്സപ്പെടുമ്പോൾ, പ്രകൃതി ദുരന്തങ്ങളിലൂടെ നാളത്തെ തലമുറയെ കൂടി നമ്മൾ കൊലക്ക് കൊടുക്കുകയാണ്. എളുപ്പവഴികൾക്ക് വേണ്ടി സമയം ലാഭിക്കാം എന്ന വ്യാമോഹങ്ങൾ ചിന്തിച്ചു പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നിരന്തരം വാങ്ങുമ്പോഴും, സൗകര്യം നോക്കി പേനകൾ മാറ്റുമ്പോഴും ഓരോ ദിവസവും നമ്മൾ എത്ര പ്ലാസ്റ്റിക്കാണ് തെരുവിലൊഴുക്കുന്നത്. നമ്മൾ പ്ലാസ്റ്റിക് വാങ്ങുന്നു, ഉപയോഗിക്കുന്നു, വേസ്റ്റുകൾ ഒരുമിച്ച് കൂട്ടുന്നു, ഒഴിഞ്ഞ പറമ്പിലേക്ക് വലിച്ചെറിയുന്നു, അല്ലെങ്കിൽ ആരും കാണാതെ രാത്രിയുടെ മറവിൽ പൊതുവഴിയിലോ പുഴയിലോ കൊണ്ടുപോയി തള്ളുന്നു. ഇതാണോ നമ്മൾ പറയുന്ന മലയാളി സംസ്കാരം? സ്വന്തം വീടും മുറ്റവും മാത്രം വൃത്തിയായിരുന്നാൽ മതി, അയൽപ്പക്കവും പൊതുവഴിയും എന്തായാലും എനിക്കെന്ത് എന്ന സ്വാർത്ഥ ചിന്തയാണ് ഇന്ന് നമ്മുടെ നാടിനെ ഈ അവസ്ഥയിലെത്തിച്ചത്. ഞാനിവിടെ ആ ചോദ്യം ആവർത്തിക്കുന്നു: ആരുടെ കരങ്ങളാണ് ഈ ദുരവസ്ഥയ്ക്ക് കൊടിപിടിക്കുന്നത്? ഭരണകൂട സംവിധാനങ്ങളിലേക്കോ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കോ വിരൽ ചൂണ്ടി അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കൈകെട്ടിയിരിക്കുന്ന കപട ശുചിത്വ ബോധമല്ല നമുക്ക് വേണ്ടത്. ഇവിടെയാണ് ഭരണകൂടത്തിനപ്പുറം വ്യക്തികളുടെ പങ്കിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടത്. പ്ലാസ്റ്റിക് നിരോധിച്ചതുകൊണ്ടോ ഹരിതകർമ്മസേന വീട്ടിലെത്തിയതുകൊണ്ടോ മാത്രം ഈ നാട് നന്നാകില്ല. മാറ്റം നമ്മുടെ മനസ്സിലാണ് ഉണ്ടാകേണ്ടത്. കടയിൽ പോകുമ്പോൾ ഒരു തുണിസഞ്ചി കരുതാൻ മടിക്കുന്ന നമ്മൾ എങ്ങനെയാണ് മാലിന്യമുക്ത കേരളം സ്വപ്നം കാണുന്നത്? ജൈവമാലിന്യങ്ങൾ സ്വന്തം പറമ്പിൽ തന്നെ സംസ്കരിക്കാനും പ്ലാസ്റ്റിക് കഴുകി ഉണക്കി ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാനും നമ്മൾ തയ്യാറാകണം. വലിച്ചെറിയ സംസ്കാരം പൂർണ്ണമായും ഉപേക്ഷിക്കണം. ഒരു മിഠായി പൊതി പോലും പൊതുസ്ഥലത്ത് ഇടില്ല എന്ന് ഓരോ വ്യക്തിയും പ്രതിജ്ഞയെടുക്കണം. മാനസിക ശുചിത്വം നമ്മുടെ സ്വത്തായി മാറുമ്പോൾ നാമും നമ്മുടെ പൈതൃകവും പരിസരവും വളർന്നുകൊണ്ടിരിക്കും. നിയമവും ഉദ്യോഗസ്ഥരും സാമൂഹിക ശുചിത്വത്തിൽ പങ്കാളികളാവും. നമ്മളാണ് മാറേണ്ടത്. ആ മാറ്റങ്ങൾ സമൂഹത്തിൻ്റെ ഉള്ളിൽ നയിക്കുന്ന മാതൃകളായി മാറട്ടെ. അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന, അറിവിനെ പ്രണയിക്കുന്ന SSFൻ്റെ പ്രവർത്തകർക്ക് ഈ നാടിനെ ശുദ്ധീകരിക്കാനുള്ള കരുത്തുണ്ടാകണം. പ്രകൃതിയെയും മനുഷ്യനെയും സ്നേഹിക്കുന്ന ഒരു പുത്തൻ തലമുറയിൽ നമുക്ക് മാറാം. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.